ചേട്ടാ, സ്വന്തം സുഖത്തിനും വഴിവിട്ട ബന്ധത്തിനും തടസ്സമായി നിന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയൊരു ഭാര്യ. റൂബി എന്നാണ് ആ ഭാര്യയുടെ പേര്. ഇക്കഴിഞ്ഞ നവംബർ 17-നായിരുന്നു രാജ്യത്തെ തന്നെ നടുക്കിയ കൊലപാതകം നടന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ആദ്യം പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ ഉം. നമ്മുടെ രാജ്യത്ത് അതെ, ഇതാദ്യമായിട്ടല്ല. ഇതാദ്യമായിട്ടല്ല, എവിടെയും സംഭവിക്കാം, ഉം. അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനോട് സ്നേഹം കാണിക്കേണ്ട, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തേണ്ട ഒരാൾ ചെയ്ത അതിക്രൂരമായ കൊലപാതകം. അത് നമ്മൾ ആ കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെ കൂടി നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. അവരുടെ പേരെന്ന് പറയുന്നത് ദിവ്യയും കൃഷ്ണയുമാണ്. 10 വയസ്സും 12 വയസ്സുമാണ് രണ്ടുപേർക്കും പ്രായം. അവർ 2025 നവംബറിൽ സ്കൂൾ വിട്ടു വരുന്നു. സ്കൂൾ വിട്ടു വരുമ്പോൾ അച്ഛനെ അന്വേഷിക്കുന്നു. കാരണം ഈ അച്ഛനും കുഞ്ഞുങ്ങളും തമ്മിൽ വലിയ അറ്റാച്ച്മെൻ്റാണ്. അച്ഛന് അത്രയും സ്നേഹം ആ മക്കളോടുണ്ട്. അപ്പോൾ അമ്മ പറയുന്നു, അമ്മ വലിയ പരിഭ്രാന്തിയിലാണ്. അമ്മ പറയുന്നു അച്ഛനെ കാണുന്നില്ല. രാഹുൽ എന്നാണ് അച്ഛൻ്റെ പേര്. അതൊക്കെ ഈ ചെരുപ്പ് നിർമ്മാണം, അതുപോലെ തന്നെ മേസ്തിരിപ്പണി, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്താണ് രാഹുൽ കുടുംബം പുലർത്തുന്നത്. അപ്പോൾ അച്ഛനെ കാണുന്നില്ല. അപ്പോൾ അച്ഛനെ കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് സങ്കടമായി. അവരും വല്ലാതെ വിഷമിച്ചു. ഈ അമ്മ റൂബി ബന്ധുവീടുകളിലും അതുപോലെ ജോലി സ്ഥലത്തുമൊക്കെ പോയി രാഹുലിനെ അന്വേഷിച്ചു. അവിടെയൊന്നും രാഹുലിനെ കാണുന്നില്ല. റൂബി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതി നൽകിയതിന് ശേഷവും കാര്യമായിട്ടുള്ള നമ്മളിപ്പോൾ ഒരാളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താൽ ഉടൻ തന്നെ പോലീസ് ചാടിയിറങ്ങി അന്വേഷിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലായിടത്തും അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ പോലും പലപ്പോഴും ആ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഒരാളെ കണ്ടെത്താൻ. ആ സമയത്തിനുള്ളിൽ അന്വേഷണം തുടങ്ങാത്ത എത്രയോ കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആഴ്ചകൾക്ക് ശേഷം ഈ പോലീസ് സ്റ്റേഷന്, ചന്ദൌസി പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷന് സമീപമുള്ള അഴുക്ക് ചാലിൽ നിന്നൊരു ചാക്ക് കെട്ട്, ആളുകൾ കാണുന്നത് തെരുവ് നായ്ക്കൾ ഈ ചാക്ക് കെട്ട് കടിച്ച് വലിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ചാക്കിൽ നിന്നും ഒരു മനുഷ്യ ശരീരം, കൈകാലുകളൊന്നുമില്ല, അതുപോലെ തന്നെ തലയില്ല, ശിരസില്ല, ഇതൊന്നുമില്ലാത്ത മനുഷ്യൻ്റെ ശരീരഭാഗം തെരുവ് നായ്ക്കൾ ആ ചാക്ക് ഇങ്ങനെ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടു, പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് വന്നു. പോലീസ് വരുമ്പോൾ ഈ ചാക്ക് കെട്ട് കൂടാതെ അടുത്തുള്ള മറ്റൊരു ബാഗുണ്ട് സമീപത്ത്. അതിനകത്ത് മനുഷ്യൻ്റെ ശരീരം കഷണങ്ങളായി മുറിച്ച നിലയിൽ മാംസഭാഗങ്ങൾ അതിനകത്തുണ്ട്. ഇത് അഴുകിത്തുടങ്ങി. ഈ മൃതദേഹം തിരിച്ചറിയാൻ പ്രയാസമാണ്, ആരുടേതാണെന്ന് അറിയാൻ വയ്യ. എങ്കിലും ഈ മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളുടെ കൈത്തണ്ടയിൽ പച്ച കുത്തിയിരിക്കുന്നത് വ്യക്തമായി കാണാം. അതാണ് ആ കേസിലെ ആദ്യത്തെ പിടിവള്ളി. ആളിനെ തിരിച്ചറിയണമല്ലോ. അതിൽ വളരെ കൃത്യമായി, വളരെ വ്യക്തമായിട്ട് കൈത്തണ്ടയിൽ പച്ച കുത്തിയിരിക്കുന്നു. രാഹുൽ എന്ന പേര് പച്ച കുത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് ഈ കാണാതായ രാഹുൽ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. അതിന് ബന്ധുക്കളെ വിളിച്ചു വരുത്തണം. ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് ഭാര്യയാണ്. അപ്പോൾ അങ്ങനെ റൂബിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഈ അടയാളമാണ് തിരിച്ചറിയപ്പെടേണ്ട ഏക അടയാളം എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഭാര്യയുടെ പെരുമാറ്റം പോലീസിനെ അമ്പരപ്പിച്ചു കളഞ്ഞു. പോലീസ് പറഞ്ഞു ഇത് ഭാര്യ പറഞ്ഞു റൂബി പറഞ്ഞു ഇത് രാഹുലിൻ്റെ മൃതദേഹമല്ല. ഈ പച്ച കുത്തിയിരിക്കുന്നത്, രാഹുൽ നിന്ന് പച്ച കുത്തിയിരിക്കുന്ന പോലീസ് എടുത്തെടുത്ത് പറഞ്ഞിട്ട് പോലും അവർ സമ്മതിക്കുന്നില്ല. രാഹുലിൻ്റേതല്ല മൃതദേഹം എന്ന് ഉറച്ച നിലപാടിൽ, യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറയുകയാണ്. അപ്പോൾ തന്നെ പോലീസിന് സംശയമായി. എന്തോ ഇതിനകത്ത് പന്തികേടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോഴാണ് പോലീസ് വസ്ത്രങ്ങൾ പരിശോധിച്ചു. രാഹുലിൻ്റെ വസ്ത്രങ്ങൾ പരിശോധിച്ചു. ആ വസ്ത്രങ്ങൾ പരിശോധിച്ച കൂട്ടത്തിൽ ഒരു ടീഷർട്ട് ലഭിച്ചു. ആ ടീഷർട്ടിൽ ടൈം ഫോർ ചേഞ്ച് എന്നെഴുതിയിരിക്കുന്ന ഒരു ടീഷർട്ടാണ്. ഈ ടീഷർട്ട് ധരിച്ചുകൊണ്ട് രാഹുൽ നിൽക്കുന്ന ഫോട്ടോ ഭാര്യയായ റൂബിയുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അപ്പോൾ ഇത് രാഹുലിൻ്റെ മൃതദേഹമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു. പിന്നെ എന്തുകൊണ്ട് ഇത് രാഹുലിൻ്റേതല്ല എന്ന് റൂബി തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഉറപ്പായും റൂബിക്ക് ഇതിൽ പങ്കുണ്ട്.
ഇതൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ പങ്കുള്ളത് റൂബിക്കാണെന്ന് പോലീസിന് മനസ്സിലായി. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ റൂബി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് സോഷ്യൽ മീഡിയയിലൂടെ പുരുഷന്മാരെ വലയിലാക്കുക, അതാണ് റൂബിയുടെ പ്രധാനപ്പെട്ട ഹോബി. വലയിലാക്കിയിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത്തരം ഹണി ട്രാപ്പുകളൊക്കെ ഉണ്ടല്ലോ. അതായിരുന്നു റൂബി ചെയ്തുകൊണ്ട്. ഇതൊന്നും രാഹുലിന് അറിയില്ല. രാഹുൽ ഈ ഭാര്യ വളരെ ശുദ്ധഗതിക്കാരിയായ ഒരാളാണ് എന്ന് ധരിച്ചാണ് രാഹുൽ ജോലിക്ക് പോയിരുന്നത്. 2 കാമുകന്മാരുണ്ടായിരുന്നു റൂബിക്ക്. ഒരേ സമയം 2 പേരെ പ്രണയിച്ചുകൊണ്ടിരുന്നു റൂബി. അഭിഷേകും ഗൗരവും. ഈ അഭിഷേകും ഗൗരവും ഒരേ സമയം 2 പേരെയും പ്രണയിച്ചെങ്കിലും ഗൗരവിനോടായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. മക്കൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്, ഗൗരവിനെ പരിചയപ്പെടുത്തിയിരുന്നത് മാമൻ എന്നാണ്. നിങ്ങളുടെ മാമനാണിത് എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ നവംബർ 17-ാം തീയതി 2025 നവംബർ 17-ാം തീയതി രാഹുൽ വീട്ടിലില്ല, ജോലിക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഗൗരവിനെ റൂബി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഗോഡൗണിലേക്ക് പോയി ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ മക്കൾ അങ്ങോട്ട് പോയി. ഗൗരവ് ഈ വീട്ടിലേക്ക്, റൂബിയുടെ വീട്ടിലേക്ക്, രാഹുലിൻ്റെ വീട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, അർദ്ധരാത്രി ആയപ്പോൾ അപ്രതീക്ഷിതമായി രാഹുൽ വീട്ടിലേക്ക് എത്തി. രാഹുൽ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യയെ കാമുകനൊപ്പം കഴിയുന്നതാണ് രാഹുൽ കാണുന്നത്. ഏതൊരു ഭർത്താവിനെ സംബന്ധിച്ചും അത് അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഞെട്ടലുണ്ട്, ക്ഷോഭമുണ്ട്, ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അയാളൊരു പാവമായതുകൊണ്ട്, അപ്പോൾ ചിലരാണെങ്കിൽ ആ സമയത്ത് ഉപദ്രവിക്കും. അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ രാഹുൽ പറഞ്ഞത്, ഞാനിതെല്ലാവരോടും പറയും എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവരെ ഉപദ്രവിക്കാനോ ശാരീരികമായി ഉപദ്രവിക്കാനോ ഒന്നും പോലെ, ഞാനിതെല്ലാവരോടും പറയും. അപ്പോൾ ഇയാൾ നാളെ നേരം വെളുക്കുമ്പോൾ ഇത് എല്ലാവരോടും പറഞ്ഞാൽ താൻ അപമാനിതയാകും. തനിക്ക് പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല, ബന്ധുക്കളുടെ മുമ്പിലായാലും നാട്ടുകാരുടെ മുമ്പിലായാലും തനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് റൂബി ഒരു നിമിഷം ചിന്തിച്ചു. അപ്പോൾ താൻ അപമാനിതയായി ജീവിക്കേണ്ടി വരും. അപ്പോൾ റൂബി ഗൗരവനോട് പറഞ്ഞു, ഇയാളെ കൊന്നേക്കാൻ പറഞ്ഞു. ചില സിനിമയിലൊക്കെ പറയുന്ന പോലെ, അതായത് ഭാര്യ കാമുകനോട് പറയുകയാണ് തൻ്റെ ഭർത്താവിനെ കൊല്ലാൻ. ഇരുമ്പ് വടി കൊണ്ടാണ് രാഹുലിനെ ഗൗരവ് അടിച്ചു വീഴ്ത്തുന്നത്. അടിയേറ്റ് രാഹുൽ താഴേക്ക് വീഴുന്നു. താഴേക്ക് വീഴുമ്പോൾ അവിടെ ഒരു ചുറ്റിക കിടപ്പുണ്ട്. ഈ ചുറ്റിക എടുത്തിട്ട് യാതൊരു ദയയുമില്ലാതെ, അതായത് അടിയേറ്റ് ഗൗരവിൻ്റെ അടിയേറ്റ് രാഹുൽ വീഴുന്നു. ആ അടിയിലൊന്നും മരണപ്പെട്ടിട്ടൊന്നുമില്ല, തളർന്ന് താഴേക്ക് വീഴുകയാണ്. വീഴുമ്പോൾ ഭാര്യയാണ് പിന്നീട് ചുറ്റിക എടുത്തുകൊണ്ടുവന്ന് തലയ്ക്കടിച്ച് കൊല്ലുന്നത്. ഭർത്താവിനെ കൊല്ലുന്നത് ഭാര്യയാണ്. ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. മക്കളോട് അത്രയധികം സ്നേഹമുള്ള ഒരു മനുഷ്യൻ. മക്കൾക്കും തിരിച്ച് ചിലയിടങ്ങളിൽ അങ്ങനെ ആയിരിക്കും. അച്ഛനോട് വലിയ അറ്റാച്ച്മെൻറ്റ് മക്കൾക്കുണ്ടായിരിക്കും. ചില കാര്യങ്ങളൊക്കെ പറയാനും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മക്കളും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഭർത്താവിനെ എന്താ പറയാ, ദൈവത്തെ പോലെ കാണുന്ന ഒരു നാട്ടിലാണ് ഈ സംഭവം നടന്നത്. അതും കൂടെ ഉണ്ട് ഈ കാര്യം. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന, അതൊന്നും നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇപ്പോഴും ആളുകൾക്കുണ്ടോ? അങ്ങനെ ഒരു നാട്ടിലാണ് ഈ സംഭവം നടന്നത്. അല്ല, അതെ അങ്ങനെ കാണണമെന്ന് ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യയിലേക്കുള്ള ഗ്രാമീണർക്കിടയിൽ അത്തരം ചിന്തകൾ എപ്പോഴും ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇതുപോലെയുള്ള ക്രൈമുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇതുപോലുള്ള ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കൊലപാതക രീതികളും കൊലപാതകത്തിന്റെ കാരണങ്ങളും ഒക്കെ പെൺകുട്ടികൾ തന്നെ ഇപ്പൊ മുന്നിൽ ഒരുപാട് കൊലപാതകങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇയാളെ ഈ റൂബി ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. പിറ്റേന്ന് രാവിലെ, ഇപ്പോൾ മക്കൾ രാവിലെ ഉറക്കണമെന്ന് പറയുമല്ലോ, അപ്പോൾ അവരെ സ്കൂളിലേക്ക് അയച്ചു. 2 പേരെയും സ്കൂളിലേക്ക് അയച്ച ശേഷം ഇവർ 2 പേരും കൂടെ ചേർന്നിട്ട് ഈ മൃതദേഹം കഷ്ണങ്ങളാക്കി, അതായത് റൂബിയും കാമുകനായ ഗൗരവും ചേർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഇതൊരു ബാഗിലാക്കി. ഈ ബാഗുകളിലാക്കിയിട്ട് മക്കളെയും കൊണ്ട് സിനിമയ്ക്കും അതുപോലെ തന്നെ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കാനും സിനിമയ്ക്കും ഒക്കെ ആയിട്ട് പോകുന്നതിനിടയ്ക്കാണ്, ഈ കാറിലാണ് പോകുന്നത്. കാറിൻ്റെ ഡിക്കിയിൽ ഈ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ഒളിപ്പിച്ചു. അപ്പോൾ മക്കളിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ബാഗിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ
പറഞ്ഞു പഴയ വിഗ്രഹങ്ങളാണ് എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ പറയാനൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ശരീരഭാഗങ്ങൾ ഗംഗാ നദിയിലാണ് പിന്നെ ഉപേക്ഷിച്ചത്, എറിഞ്ഞത്. അപ്പോൾ പഴയ വിഗ്രഹങ്ങൾ നമ്മൾ, ഗംഗ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പുണ്യനദികളിലൊന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വിഗ്രഹം നദിയിലേക്ക് എറിഞ്ഞു കളയുന്നു. പിന്നെ ബാക്കി ശരീരം, നമ്മൾ ആദ്യം പറഞ്ഞത് ആ ഓടയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുണ്ട്, അത് ഓടയിലേക്കും ബാക്കി ശരീരഭാഗങ്ങൾ ഇവരെറിഞ്ഞു കളഞ്ഞു. അങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കൾ കടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന ശരീരഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. ശാസ്ത്രീയമായ പരിശോധനയാണ് നടന്നത്. അല്ലാതെ ഇവരെ കൊണ്ടുപോയിട്ട് ഇടിച്ച് അല്ലെങ്കിൽ മൂന്നാം മുറ ഉപയോഗിക്കുകയോ അങ്ങനെയൊന്നും ചെയ്ത് കുറ്റം തെളിയിച്ചതല്ല. വളരെ കൃത്യമായി പോലീസ്, ഉത്തർപ്രദേശിലാണ്, നമ്മൾ ആദ്യം അത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു, ഉത്തർപ്രദേശിലെ സംഭൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ കാര്യം നമ്മൾ പറഞ്ഞത്. നേരത്തെ ഉത്തർപ്രദേശിലെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല ക്രൈമുകളും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈമുകൾ അതിഭീകരമായ ക്രൈമുകളാണ് നടക്കുന്നത്. അതുകൊണ്ടൊക്കെ അത് നമുക്ക് പറയേണ്ടി വരുന്നത്. ശരി, എന്തായാലും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരണം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം തെളിവുകൾ കൃത്യമായി നമ്മൾ പോലീസ് മുന്നിലേക്ക് വെക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ ഒരാളുടെ കരണത്തടിക്കുകയോ അല്ലെങ്കിൽ ചവിട്ടി കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പേടിച്ച് ഭയം കൊണ്ട് കുറ്റം സമ്മതിക്കും. പക്ഷെ അത് കോടതി വരുമ്പോൾ നിലനിൽക്കില്ല. ശാസ്ത്രീയമായിട്ട് ഉള്ള അന്വേഷണമാണെങ്കിൽ അവരോട് വേറെ ഒന്നും, അവരെ ക്രൂരമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ മൂന്നാം മുറ പ്രയോഗിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായി ഇത്തരം കാര്യങ്ങൾ എടുത്ത് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അങ്ങനെ റൂബിക്ക്, കാരണം നമ്മൾ കണ്ടിട്ടുള്ള പല അമ്മമാരുടെയും കൂട്ടത്തിൽ ക്രൂരയായ ഒരമ്മ കൂടിയാണ്. തൻ്റെ മക്കൾ 10ഉം 12ഉം വയസ്സുള്ള 2 മക്കളുടെ ഭാവി പോലും മറന്നുകൊണ്ടാണ് ആ യുവതി. അതുമാത്രമല്ല, ഇതുപോലെയുള്ള ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ആ ഭർത്താവ് ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു സ്വന്തം സാമ്രാജ്യം, സമാന്തരമായൊരു സാമ്രാജ്യം അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു യുവതി ആണ് റൂബി. അപ്പം റൂബി ഇപ്പോൾ ജയിലിലാണ്. മക്കൾ അനാഥരായി ജീവിക്കുന്നു എന്നുള്ളതാണ്. അച്ഛനെ നഷ്ടപ്പെട്ടു, അതെ, അമ്മ ജയിലിലായി. വളരെ ദുഃഖകരമായ ഒരു കാര്യം. ആ മക്കൾ അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ശരി.